നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിച്ചു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെന്ന് കേട്ടയുടൻ ബോബി കോടതിയിൽ തളർന്നു വീണു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. യുദ്ധം ജയിച്ച ആഹ്ലാദമില്ലെന്നും നിവൃത്തികേട് കൊണ്ടാണ് പ്രതികരിച്ചതെന്നുമായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ഇതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കവേ കൂട്ടാളികൾ പോലീസ് വാഹനം ആക്രമിച്ചു. ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് 12 മണിയോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ളയാണ് ഹാജരായത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ പരാതിക്കാരി പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു രാമൻ പിള്ളയുടെ വാദം. അധിക്ഷേപം ഉണ്ടായെന്ന് പറയുന്ന പരിപാടിക്ക് ശേഷം ബോബിയെ പുകഴ്ത്തി ഹണി റോസ് സംസാരിച്ചുവെന്നും പ്രതിഭാഗം വാദിച്ചു. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗുരുതര കുറ്റമാണെന്നും പരാതിക്കാരിയുടെ സുരക്ഷയെ കരുതി ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദം നിരത്തി. കുന്തിദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്ന വാദം ആവർത്തിക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചത്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകുമെന്നും പ്രോസിക്യൂഷൻ വാദം ശക്തമാക്കി. വാദം പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത് വൈകിട്ടത്തേക്ക് മാറ്റി. കൃത്യം 4:46 ബോബി റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. വിധി കേട്ട ഉടനെ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ തളർന്നിരുന്നു. നെഞ്ചുവേദനയുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. തുടർന്ന് കോടതി മുറിയിൽ വിശ്രമിച്ച ബോബിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. വൈദ്യപരിശോധനയിൽ ആരോഗ്യനിലയിൽ കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല. തുടർന്ന് ബോബിയെ ജയിലിലേക്ക് മാറ്റാൻ ശ്രമിക്കവേ ബോബി അനുകൂലികൾ പോലീസ് വാഹനം തടഞ്ഞു. ബോബിയെ ഡോക്ടർമാരുടെ നിർദ്ദേശം മറികടന്ന് പോലീസ് ജയിലിലേക്ക് അയക്കുന്നുവെന്നായിരുന്നു ബോബി അനുകൂലികളുടെ ആരോപണം. ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ അതായത് കോടതി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ടുപോയി കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് സാറിന്റെ അനുഭവത്തോടെ എല്ലാം ഒരു സുഖമില്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ കൊണ്ടുപോയേക്കണത്. ഇല്ല, സാറിന് സുഖമില്ല, സാറിന് ബോധമില്ല, ഇത് കാര്യമില്ല. അപ്പൊ ആ സമയത്ത് CI ആണ് സാറിനെ എടുത്തോണ്ട് പോയേക്കണത്. 7:20 ബോബിയുമായുള്ള വാഹനം കാക്കനാട് ജില്ലാ ജയിലിലെത്തി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന ജയിലിലേക്ക് കടക്കും മുൻപ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. ഇത് പ്രഷർ ഡൗൺ ആയി, ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. അല്ല, ഇത് വേണ്ടായിരുന്നു തോന്നുന്നു. ഇത് വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ ജയിലിലേക്ക് പോകുന്നു. അല്ല, അതല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ഒട്ടും ചെയ്തിട്ടില്ല. അല്ല, ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ, ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. നാളെ ജില്ലാ കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ അപ്പീൽ നൽകും. യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിലല്ല താനെന്ന് ഹണി റോസ് കോടതി വിധിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പ്രതികരിച്ചത് നിവൃത്തികേടുകൊണ്ടാണ്, ആരുടെയും വേദനയിൽ ആഹ്ലാദിക്കുന്നില്ലെന്നും ഹണി റോസ് പ്രതികരിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.